ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. ഇതാണ് പഴം ശർക്കരയിൽ വിളയിച്ചെടുത്തത്. ഇതൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കരുതുന്നുണ്ടാവും രാവിലെ തന്നെ ഇങ്ങനെയാണ് പഴവും ശർക്കരയും കൂടി കഴിക്കാമെന്ന്. ഇതെല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന റെസിപ്പിയല്ല. ഇത് ഓണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ പപ്പടം കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതൊരു ചെറിയൊരു സ്വീറ്റ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ സദ്യയ്ക്ക് ശേഷം ഇത് വിളമ്പാനായിട്ട് പറ്റും. ഇതിനായിട്ട് ഞാൻ 4 ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ബ്രൗൺ ശർക്കരയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് പോവാണ്. 1 ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഈ ശർക്കര ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം വെള്ളം വേണം. ഇതൊന്ന് ഉരുക്കിയെടുക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ടല്ല നമ്മൾ ഉരുക്കിയെടുക്കുന്നത്, കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഉരുക്കിയെടുക്കണം. നല്ല പഴുത്ത 4 നേന്ത്രപ്പഴമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് 3ആയിട്ട് മുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പഴമൊക്കെ 3ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഒരു അളവിനാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് വലുപ്പത്തിൽ വേണ്ട. ഉരുളിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കുക്കറിൽ ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ച ശർക്കരയാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടുണ്ട്. ഞാൻ അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ശർക്കര അരിച്ചിട്ടില്ലെങ്കിൽ അതിൽ കരടും മട്ടൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഈ നേന്ത്രപ്പഴം ശർക്കരപ്പാനി കിടന്ന് വെന്ത് വരണം. അതിനാണ് നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കട്ടിയായി പോയി കഴിഞ്ഞാൽ നമ്മൾ ശർക്കരപ്പാനിയിൽ ഈ പഴട്ട് വേവിക്കുമ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് വരില്ല, ശർക്കരപ്പാനി ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യും. അപ്പോൾ 3 ഏലക്കയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഏലക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ ഏലക്ക ശർക്കരയിൽ ഇടുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ് ശർക്കരയും ഏലക്കയും ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് ശർക്കരയിൽ കിടന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് കൊടുക്കണം കേട്ടോ. ഈ നേന്ത്രപ്പഴം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നാലാണ് എല്ലാ സൈഡും ഒരേപോലെ വെന്ത് ആ ശർക്കരപ്പാനിയൊക്കെ അതിനകത്ത് പിടിച്ച് വരുള്ളൂ. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. നമ്മുടെ പഴം നല്ലോണം വെന്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തീർത്തും ഓപ്ഷനിലാണ് കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുത്ത ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ആ നെയ്യിൻ്റെ ഒരു മണം ശർക്കരയും ഏലക്കൊക്കെ ചേരുമ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ പപ്പടമാണ് കഴിക്കാറ്. അപ്പോൾ നമ്മൾ പഴവും അതിൻ്റെ ചെറിയ പാനിയും നമ്മുടെ പപ്പടവും കൂട്ടിയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എപ്പോഴും കഴിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത്. ഞങ്ങൾ ഓണത്തിന് മാത്രമാണ് റെഡിയാക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകുന്നേരം സ്നാക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ സദ്യയ്ക്ക് ശേഷം വിളമ്പാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. ഇനിയും പുതിയ രുചികളുമായിട്ട് നമുക്ക് കാണാം.